ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചന പുലരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും പ്രഭാത വന്ദനം. പ്രിയമുള്ളവരെ, ഇന്ന് 40-ാം വെള്ളിയാഴ്ചയാണ്. നമുക്കറിയാം, വേദപുസ്തകം പരിശോധിക്കുമ്പോഴും പഴയ നിയമത്തിലായിക്കോട്ടെ പുതിയ നിയമത്തിലായിക്കോട്ടെ നോമ്പിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സുറിയാനി സഭയുടെ ഈ നോമ്പിൻ്റെ ഈ ആരാധനാ സമയങ്ങളിൽ, ഈ പ്രാർത്ഥനാ സമയങ്ങളിൽ നാം പാടുന്ന പാട്ട് അതാണ്. മോശയും ഏലിയായും നമ്മുടെ കർത്താവും 40 ദിവസം നോമ്പ് നോറ്റു, നാശകനെ തോൽപ്പിച്ചു. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: അനന്തരം ആകൽ കർസായാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശു പരിശുദ്ധാത്മാവിനാൽ മരുഭൂമിയിലേക്ക് നയിക്കപ്പെട്ടു. താൻ അവിടെ 40 പകലും 40 രാവും ഉപവസിച്ചു. 1-2 വാക്യങ്ങളിൽ പറയാം. അപ്പോൾ യേശുക്രിസ്തു 40 രാവും 40 പകലും ഉപവസിച്ചു, മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. എന്തിനാണെന്നറിയോ? ആകൽ കർസായാൽ പരീക്ഷിക്കപ്പെടുവാൻ. ഇന്ന് എന്നെയും ഈ ആകൽ കർസ പരീക്ഷിക്കുന്നുണ്ട്. നാം പാടിയ പാട്ടിൽ ഇവരെല്ലാം ആകൽ കർസായി തോൽപ്പിച്ചു, എന്നാൽ ഇന്ന് എന്നെ ആകൽ കർസ തോൽപ്പിക്കുകയാണ്. ചിന്തിച്ച് നോക്കി പറയുമ്പോൾ, നോമ്പിൽ ക്രൈസ്തവൻ്റെ ജീവിതത്തിൽ ഏതാണ്? എൻ്റെ ദൈവം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യനായി തീർന്നവനെ പിടിച്ചു കൊണ്ടുപോയി അടിച്ച് മുൾക്കിരീടം ചാർത്തി പീഡാസഹനമേറ്റ് കുരിശിൽ മരിച്ചവൻ്റെ ഓർമ്മയ്ക്കായി, അവൻ്റെ കഷ്ടാനുഭവത്തിന് ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ക്രൈസ്തവ വിശ്വാസികൾ നോമ്പ് നോക്കേണ്ട ആവശ്യകത പോലും മറന്നിട്ട് ഈ നോമ്പിൽ നമ്മൾ ചെയ്തു കൂട്ടുന്ന ഓർത്ത് നോക്കി. പിന്നെ പാട്ടിൽ ഇങ്ങനെ മൊറഫ്രം പിതാവ് പറയുന്നുണ്ട്: വായ് ദുർവചനം വെടിയണം, നീ നന്മകൾ ചെയ്യണം. അപ്പം കൊടുക്കണം. നീ അപ്പം കഴിക്കാതിരുന്നിട്ട് അത് മിച്ചം വെച്ചിട്ട് അതെന്ത് ചെയ്യണം? നീ പാവപ്പെട്ട ദരിദ്രന് കൊടുക്കണം. ഇത് ചെയ്യണ്ടേ? അവിടെയല്ലേ ആകൽ ക്രിസ്തു തോൽക്കുന്നത്? അവിടെയല്ലേ യേശു ക്രിസ്തു ജയിക്കുന്നത്? എന്നിലുള്ള ക്രിസ്തുത്വം അല്ലെങ്കിൽ എന്നിലുള്ള ആ ക്രിസ്ത്യൻ വാല്യൂസ് ഞാൻ പുറത്തു കൊണ്ടുവരുന്നത് അങ്ങനെയല്ലേ പറയുന്നത്? അതുകൊണ്ട് പരീക്ഷകളിൽ നീ വിജയിക്കണമെങ്കിൽ ഈ നോമ്പും ഉപവാസവും കർത്താവ് നോക്കിയ പോലെ, മോശ നോക്കിയ പോലെ, ഏലിയാവ് നോക്കിയ പോലെ, നമ്മുടെ പിതാക്കന്മാർ, പൂർവ്വപിതാക്കന്മാർ, നമ്മുടെ അപ്പനും അമ്മയും പാലിച്ച പോലെ എനിക്കും പാലിക്കാൻ ഇന്നിൻ്റെ അവകാശി ഞാനാണ്. അത് നീ മനസ്സിലാക്കിക്കൊണ്ട് ഈ 40 ദിവസം നോമ്പെടുത്തവരാണെങ്കിൽ നിനക്ക് ഉയർപ്പിൻ്റെ ദിവസം, അനുഗ്രഹ ദിവസമായി മാറും. ഇനി എടുക്കാൻ മറന്നുപോയാൽ അടുത്ത വർഷം മുതൽ നീ എടുക്കുമ്പോൾ തീരുമാനമെടുക്കുക. ഇനി വരുന്ന ദിവസം 10 ദിവസം കർത്താവിൻ്റെ കർശാനുഭവത്തോട് ചേർന്ന് ഉപവാസവും നോമ്പെടുത്ത് പ്രാർത്ഥിച്ച് ആകൽ കർസായി തോൽപ്പിക്കുവാൻ സാധ്യമാകട്ടെ. ദൈവം അതിന് നിന്നെ അനുഗ്രഹിക്കട്ടെ. പിതാവാ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസം നമ്മെല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ.